ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിൽ ഒരു തക്കാളി കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനതോടെ 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5-6 ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഒരു 5-6 തക്കാളി ഉണ്ട് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇറച്ചിയും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി തക്കാളിക്കറി തയ്യാറാക്കാമല്ലോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അതിൻ്റെ കൂടെ ഞാനൊരു 3-4 വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ പാകത്തിന് കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുക്കറിൻ്റെ ടോപ്പൊന്ന് അടച്ചതിന് ശേഷം ഒരു വിസിലൊന്ന് അടിക്കുക. അപ്പോൾ ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണാണെങ്കിൽ 1/2 സ്പൂൺ ചേർത്തി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും തക്കാളിക്കറിയിൽ കുറച്ച് മല്ലി മുളക് ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തന്നെ അടിച്ചെടുത്ത് തരാം. പിന്നെ അതാ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് അവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കുറുകിയ ഒരു കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം പുളി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ സാധാരണ എടുക്കലും പോലെ ഒന്നും എടുക്കണ്ട, കുറച്ച് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് നോക്കി കൊടുക്കുക. ഉപ്പ് പാകമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് അവിടെ ലേശം കൂടെ ഒന്ന് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറച്ചിയും മീനൊന്നും ഇല്ലാതെ തന്നെ ഒരു കറി, വളരെ ടേസ്റ്റോടുകൂടി ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കറി.
കറി ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.